ലോകത്ത് ഇസ്ലാമിക ചൈതന്യം നിലനിൽക്കുന്നതായ വിവിധങ്ങളായ ഭാഗങ്ങളിൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിന് യഥാർത്ഥത്തിൽ ഖുർആനിൽ വല്ല പരാമർശങ്ങളുമുണ്ടോ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തോടെ ഉണർത്തുന്നുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മ യജ്മഊൻ. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ ആയത്തോടെ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തിന് റഹ്മത്തായിട്ടാണ് അയക്കപ്പെട്ടുള്ളത്. എന്നാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ കിതാബായ അദ്ദുറുൽ മൻസൂറിലെ 3-ാം വാള്യം 553-ാമത്തെ പേജിലൂടെ ഉണർത്തിരുന്നുണ്ട്, റഹ്മത്തുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആനിൽ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നതിന്റെ വ്യാപ്തിയിൽപ്പെട്ടതാണ് അവിടുന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുക. അതുപോലെ തന്നെ അതും റബീഉൽ അവ്വൽ മാസത്തിലാകലും എന്നല്ല 12 ദിവസമാകലും ഇതിന്റെ വ്യാപ്തിയിൽപ്പെടുന്നതാണ്. അതിന്റെ ഭാഗമായി വരുന്ന റാലി, മൗലിദ് പാരായണം, അങ്ങനെ തുടങ്ങി വിലക്കില്ലാത്ത രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കാരണമായി കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാവുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹിജ്റ 900 വഫാത്തായ മഹാനായ ഇബ്രാഹിം മുനാജി റഹിമഹുല്ല അവിടുത്തെ ഗ്രന്ഥമായ കൻസുർ അറബീനിൽ പറയുന്ന ഗ്രന്ഥത്തിൽ 36-37 പേജിലൂടെ പറയുന്നുണ്ട്, വതബറകു ബിവിലാദതിഹി വഫ്റഹു ബിഹ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ജന്മദിനം കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കലും അവിടുത്തോടുള്ള സന്തോഷം പ്രകടിപ്പിക്കലും ഒക്കെ ഖുർആനിൽ തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്.